കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്ക് എൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവരും വിളിച്ചു ചോദിക്കുന്ന ഒരുപാട് യോഗങ്ങളുണ്ട്. കാളസർപ്പയോഗം, സർപ്പശാപം, സർപ്പദോഷം. ചില വിവാഹം കഴിക്കാത്ത പെൺകുട്ടിയുടെ ഗ്രഹത്തിൽ നോക്കിയിട്ട് ചില ജ്യോത്സ്യന്മാരൊക്കെ പറയും ഇതിനകത്ത് സർപ്പശാപമുണ്ട്. എന്താണ് ഈ സർപ്പശാപം? ഒരാൾക്ക് സർപ്പശാപം പറയണമെങ്കിൽ സ്വന്തമായി അവരുടെ കുടുംബത്തിൽ കാവേ കുളം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സർപ്പത്തിൻ്റെ ശാപാവസ്ഥ വരുത്തുള്ളൂ, അല്ലെങ്കിൽ ദോഷാവസ്ഥ വരുത്തുള്ളൂ. മനസ്സിലായില്ലേ? കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാവ് തീണ്ടുക, അല്ലെ ആ കാവ് അശുദ്ധിയാക്കുക, ആ കാവ് പരിപാലിച്ചു പോകാതിരിക്കുക. നാഗരാജാവ് നാഗയക്ഷ്മി ഇടത് പുറകോട്ട് മാറി പിന്നെ അഖില സർപ്പങ്ങൾക്കും വേണ്ടി നമ്മൾ ചിത്രകൂടമൊക്കെ നിർമ്മിച്ച് അവിടെ വർഷത്തൊരുക്കി ആയില്യം പൂജയൊക്കെ നടത്തി സർപ്പബലിയെക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നത്. സർപ്പബലി എന്ന് പറഞ്ഞാൽ അറിയാവുന്ന ആൾ മാത്രമേ സർപ്പബലി ചെയ്യുള്ളൂ. അറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തിയും. അതുപോലെയാണ് കുരുതി എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തിമത്തായിട്ടുള്ള ഒരു സാധനമാണ് കുരുതി. ശത്രുതാദോഷങ്ങളും കവിടിയിൽ നമ്മൾ പ്രശ്നം വെച്ച് നോക്കി തെളിയാത്ത സംഭവങ്ങളും മാറിക്കിട്ടുന്ന ഒരു സംഭവമാണ് കുരുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് പറഞ്ഞ പോലാണ് സ്വന്തമായിട്ട് അല്ലെങ്കിൽ കുടുംബത്തിൽ കാവുണ്ടെങ്കിൽ ആ സർപ്പത്തിൻ്റെ ദോഷം ഉണ്ടാകാം. സർപ്പദോഷം ചുമ്മാ പറഞ്ഞ് കുറേ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ടുള്ള വിഷയമുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. കാരണം സ്വന്തമായിട്ട് കുടുംബത്തിൽ സർപ്പക്കാവോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സർപ്പദോഷം ഉണ്ടാകാം. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ കാവ് തീണ്ടുക, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. കാവ് തീണ്ടുക, കാവിൽ അശുദ്ധി ഉണ്ടാക്കുക, കാവിൽ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുക. ഇങ്ങനെയൊക്കെയുള്ള കാവുകളിലാണ് ഏറ്റവും കൂടുതൽ നടക്കുക. അപ്പം അങ്ങനെ വരുമ്പോഴാണ് സർപ്പദോഷം. അത് ഒരു തലമുറയുള്ള പിൻതലമുറ മൊത്തം അനുഭവിക്കുക. അതിൻ്റെ ആയിട്ടുള്ള ദോഷാവസ്ഥ എന്നാണ് പറയപ്പെടുക. അല്ലാതുള്ള വെച്ചാൽ സർപ്പത്തിൻ്റെ ആയിട്ടുള്ള വൈകല്യാവസ്ഥ, അല്ലെങ്കിൽ ഒരു ലഗ്നാൽ 7 രാഹു നിൽക്കുന്നത്. 7 രാഹു നിന്നാൽ എന്താണ്? ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്തൃ സംബന്ധമായിട്ടുള്ള വിഷയവും ഭർത്താവിനാണെങ്കിൽ ഭാര്യാസംബന്ധമായിട്ടുള്ള വിഷയങ്ങളുണ്ടാവും. അതിപ്പോൾ വ്യക്തമാക്കുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സർപ്പസംബന്ധമായിട്ടുള്ള ദോഷം പ്രശ്നവശാൽ കണ്ടു കഴിഞ്ഞാൽ അതിന് മണ്ണാർശാല അമ്പലമോ മണ്ണാർശാലയോ വെട്ടിക്കോട്ടോ ഒക്കെ പുറ്റുമുട്ടയും മേടിച്ച് നടക്കി വെക്കുക. അതല്ല ചെമ്പ് കൊണ്ടുള്ള തറയിൽ, വെള്ളി കൊണ്ടുള്ള തറയിൽ 11 മുട്ട ഭൂവൃക്ഷ പ്രതിഭ സഹിതമുള്ള സർപ്പരൂപം വാങ്ങി നടക്കി വെച്ച് പാട്ട്, നിലവറപ്പായസം ഇതൊക്കെ നടത്തുക. അവിടെ മഞ്ഞപ്പട്ട് രണ്ടിട നാഗരാജാവിന് നാഗേക്ഷിക്കും കൊടുക്കുക. അതുപോലെ കദളിപ്പഴം നിവേദിക്കാനായിട്ട് അവിടെ വെക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിധി വരെയുള്ള പരിഹാരത്തിന് കാരണമാകും. അതുകൊണ്ടോ ഇല്ലയോ എന്ന് കവിടി വെച്ച് നോക്കിയതിന് ശേഷം വേണം നമ്മൾ ചെയ്യാനായിട്ട്. അല്ല, ചില ആൾക്കാർ പറഞ്ഞാൽ വെറുതെ സർപ്പദോഷം എന്ന് പറഞ്ഞാൽ ഇതെന്താണ് എല്ലാവർക്കും സർപ്പദോഷം ഉണ്ടാകാൻ? പിന്നെ സർപ്പത്തെ കൊല്ലുക, മൃതി, അങ്ങനെയൊക്കെയുള്ള വിഷയം വരുമ്പോൾ ഇതുപോലെ മണ്ണാർശാല, വെട്ടിക്കോട് ഇങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളിൽ, പാവമ്പേമക്കാട്, തൃശ്ശൂരുള്ള ക്ഷേത്രം, ഇവിടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി അവിടുത്തേതായിട്ടുള്ള സർപ്പബലികൾ, 100 പാലും ഇങ്ങനെയൊക്കെ കഴിപ്പിച്ച് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും സർപ്പബലി എന്ന് പറഞ്ഞാൽ വർഷത്തിലൊരിക്കലും നല്ല വൃത്തിയായിട്ട് ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഒരു കാവിൽ നടക്കുന്നതായിട്ടുള്ള വിഷയമാണ്. ആ സർപ്പബലിക്ക് മഞ്ഞപ്പൊടി, കരിക്ക, ഒത്തിരി വിഭവങ്ങളുണ്ട് അതിനകത്ത്. കവുങ്ങും പൂക്കല ഇതെല്ലാം ഇട്ടതിന് ശേഷം അത്രയ്ക്ക് അറിയാവുന്ന ഒരാൾ മാത്രമേ, തെറ്റില്ലാതെ ചെയ്യുന്ന ഒരാൾ മാത്രമേ, ഞാൻ നമ്മുടെ കുരുതിയുടെ കാര്യം പറയാം, തെറ്റുപറ്റാൻ പാടില്ല. സർപ്പബലി ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള ദോഷം ഓൺ സ്പോട്ടില്ല. അതുകൊണ്ടാണ് കുരുതി. ഒരാളിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ കുരുതി ചെയ്തിരിക്കും ഒരു ജ്യോത്സ്യൻ, അല്ലെങ്കിൽ ഒരു കർമ്മി. അതിന് കാരണമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ നല്ലൊരു വിഷയമായിട്ട് കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീയമായ നന്ദിയും കടപ്പാട് ഞാൻ അറിയിച്ചുള്ളത്. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.